ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ് ഫെഡ് മൊബൈൽ എന്ന് പറയുന്നത്. നമുക്ക് ബാങ്കിംഗ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ പോകേണ്ടി വരുമ്പോൾ ഒത്തിരി സമയം ആവശ്യമാണ്. നമുക്ക് ബാങ്കിൽ പോയി ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നത്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഫെഡ് മൊബൈൽ ആപ്പ് മറ്റു ബാങ്കുകളുടെ ആപ്പിനെ അപേക്ഷിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫെഡ് മൊബൈൽ ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഫോണിലുള്ള ആപ്പ് സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഫെഡ് മൊബൈൽ എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് സെർച്ച് റിസൾട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ആ ഫെഡ് മൊബൈൽ എന്നുള്ള ആപ്പിന്റെ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെയുള്ള ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ആ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ആപ്പ് നോട്ടിഫിക്കേഷൻസ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടുന്ന് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അവിടുന്ന് ലാംഗ്വേജ് ഡീഫോൾട്ട് ആയിട്ട് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് എന്ന ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും ഡിവൈസ് ഓതന്റിക്കേഷൻ എന്നുള്ളതിൽ. നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോണിൽ നിന്നും ഒരു SMS സെൻഡ് ചെയ്യേണ്ടതുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ താഴെയുള്ള ചെക്ക് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ഫോണിൽ നിന്ന് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി മെസ്സേജ് ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നിന്ന് നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടതുണ്ട്. മെസ്സേജ് പ്രീഫിൽഡ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന അതേ നമ്പറിൽ നിന്ന് തന്നെയാണ് ഈ ഒരു SMS സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ നമ്പറിലുള്ള സിം കാർഡ് നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫെഡ് മൊബൈൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സിം കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ബാങ്കിൽ കൊടുത്തിട്ടുള്ള സിം നമ്പറിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം താഴെയുള്ള സെൻഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഡിവൈസ് ഓതന്റിക്കേറ്റഡ് സക്സസ്ഫുള്ളി. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നമ്മുടെ 14 അക്ക ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ആപ്പിന്റെ ലോഗിൻ പേജിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന 4 അക്ക MPIN എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ അഥവാ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ വീഡിയോ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫെഡ് മൊബൈൽ ആപ്പ് ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ശേഷം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു MPIN എൻ്റർ ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മൾ ആ ഒരു ആപ്പിന്റെ മെയിൻ ഇന്റർഫേസിലോട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെയിൻ ഇന്റർഫേസ് ഇതുപോലെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുന്നത്. അതിന് മുകൾ ഭാഗത്തായിട്ട് സെൻഡ് മണി, BIM UPI, സ്കാൻ ആൻഡ് പേ മോർ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷൻസ് ആണ് ഏറ്റവും മുകളിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ സെൻഡ് മണി എന്നുള്ളതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്യുക. ശേഷം നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ക്യാഷ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിവിധ മെത്തേഡുകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് സെൻഡ് ടു മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരാളുടെ മൊബൈൽ നമ്പറിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ഓപ്ഷൻ വരുന്നത് സെൻഡ് ടു അക്കൗണ്ട് നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഓപ്ഷനിൽ എൻ്റർ ചെയ്യുന്നതോട് കൂടെ നമുക്ക് ആദ്യം വരുന്നത് സെലക്ട് ബാങ്ക് എന്നുള്ളതാണ്. അതിൽ ഫെഡറൽ ബാങ്ക്, അതർ ബാങ്ക് എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏത് ബാങ്കിലേക്കാണോ സെൻഡ് ചെയ്യുന്നത് ആ ഒരു ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം താഴെ അവരുടെ അക്കൗണ്ട് നമ്പർ, പേര് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഫെഡറൽ ബാങ്ക് അല്ലാത്ത മറ്റു ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അതർ ബാങ്ക് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ കൂടി അഡീഷണൽ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടാവും, IFSC എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആളുടെ ബാങ്കിൻ്റെ IFSC കോഡ് കൂടെ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് വേണം നമുക്ക് ആ ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ശേഷം നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൽ അടുത്ത ഓപ്ഷൻ വരുന്നത് സെൻഡ് ടു സെൽഫ് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ തന്നെ മറ്റ് അക്കൗണ്ടുകളിലേക്ക്, ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ലിസ്റ്റ് കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യുന്നതിന് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീണ്ടും ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് സെൻഡ് ടു UPI ID, സെൻഡ് ടു UPI നമ്പർ, സെൻഡ് ടു MMID തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെയാണുള്ളത്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ UPI ആപ്പുകളിൽ പേയ്മെൻറ്റ് നടത്തുന്ന അതേ രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് രജിസ്ട്രേഷൻ ചെയ്ത് ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം.
ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അപ്പോൾ അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് ഷെഡ്യൂൾ പേയ്മെൻറ്റ് എന്നുള്ളതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു സമയത്തേക്ക് വേണ്ട പേയ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ബില്ല് അടക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റിലേക്ക് വേണ്ട പേയ്മെൻറ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ശേഷം നമുക്ക് ആ ഒരു മെയിൻ ഇൻ്റർഫേസിലോട്ട് തന്നെ വരാം. ഇവിടെ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ളത് BIM UPI അതുപോലെ തന്നെ സ്കാൻ ആൻഡ് പേ എന്നുള്ള ഓപ്ഷൻസ് ആണ്. ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UPI പേയ്മെൻറ്റ്സുകളാണ്. അപ്പോൾ അത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്ത ഓപ്ഷനായിട്ട് നമുക്ക് മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടെ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. ബെനിഫിഷ്യറി മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തേത്. നമുക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ആ ഒരാൾ നമ്മുടെ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യണം. ഇത്തരത്തിലൊരു പുതിയ ആൾ നമ്മുടെ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യുന്നതിന് നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട്, ഇനി നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇത്തരം ഓപ്ഷൻസ് ഒക്കെ നമുക്ക് മാനേജ് ബെനിഫിഷ്യറി എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതിനുള്ള വിവിധ മെത്തേഡുകളുണ്ട്. അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ടുണ്ട്, മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടുണ്ട്, UPI ID ഉപയോഗിച്ചുകൊണ്ട്, MMID തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇവിടെ അടുത്ത ഓപ്ഷനുള്ളത് പേയ്മെൻറ്റ് റിക്വസ്റ്റ് എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷനിലാണ് നമ്മുടെ ഏതെങ്കിലും UPI ആപ്പ് വഴി നമ്മുടെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ റിക്വസ്റ്റുകളൊക്കെ ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ പോയി അപ്രൂവ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി അതിൽ അടുത്ത ഓപ്ഷൻ വരുന്നത് ഷെഡ്യൂൾ പേയ്മെൻറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേയ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ നേരത്തെ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ച പേയ്മെൻറ്റുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ആക്റ്റീവായിട്ടുള്ള പേയ്മെൻറ്റ്സ്, ഇനാക്റ്റീവായി കിടക്കുന്ന പേയ്മെൻറ്റ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മുഖേന കാണാനായിട്ട് സാധിക്കും. ഇനി അതിൽ അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് അക്കൗണ്ട് സമ്മറി എന്നുള്ളതാണ്. അപ്പോൾ ആ ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ സമ്മറി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. തുടർന്ന് നമുക്ക് നമ്മുടെ ആ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് സമ്മറി ഈ ഒരു രൂപത്തിലൂടെ കാണാം. ഇവിടെ മുകൾ ഭാഗത്ത് അസറ്റ്സ്, ലാബിലിറ്റീസ് എന്നിങ്ങനെ 2 കോളം ഉണ്ടാവും. അതിൽ അസറ്റ്സിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നമുക്ക് ടോട്ടൽ എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ ലാബിലിറ്റീസ് സെക്ഷനിൽ നമുക്ക് എത്രയോ ലോൺ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ആയിരിക്കും അവിടെ കാണാം. അതിന് താഴ്ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു ബാങ്കിലുള്ള അക്കൗണ്ടുകളുടെ ലിസ്റ്റ് കാണാം. അതിലും ഓരോ അക്കൗണ്ടിൽ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ബാലൻസ് എമൗണ്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ശേഷം നമ്മൾ വീണ്ടും ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ഓപ്ഷനിലായി കിടക്കുന്നത് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. അതിന് നേരെ വ്യൂ ഓൾ അക്കൗണ്ട്സ് എന്നുള്ളൊരു ബട്ടൺ നമുക്ക് കാണാം. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു അക്കൗണ്ട് സമ്മറി നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് താഴെയായിട്ട് ഇതുപോലെ നമ്മുടെ അക്കൗണ്ട് നമ്പർ, അതിന് നേരെ ചെക്ക് ബാലൻസ് എന്നുള്ളൊരു ബട്ടൺ നമുക്ക് കാണാം. അപ്പോൾ അവിടെ ചെക്ക് ബാലൻസ് എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇനി അതിന് താഴെയായിട്ട് ഫെഡ് ബുക്ക് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കാണാനുള്ള ഒരു ഓപ്ഷനാണിത്. ശേഷം അടുത്തായിട്ട് വരുന്നത് റീചാർജ് ആൻഡ് പർച്ചേസ് എന്നുള്ളതാണ്. അതിൽ മൊബൈൽ പ്രീപെയ്ഡ്, മൊബൈൽ പോസ്റ്റ് പെയ്ഡ്, DTH, ഡാറ്റ കാർഡ്, ഫാസ്ടാഗ് ഇത്തരം ബിൽ പേയ്മെൻറ്റ്, റീചാർജ് തുടങ്ങിയവയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അടുത്തായി വരുന്നത് പേ ബിൽസ് എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി, വാട്ടർ, LPG, കേബിൾ TV, ക്രെഡിറ്റ് കാർഡ്, ലാൻഡ് ലൈന്, ബ്രോഡ്ബാൻഡ്, പോസ്റ്റ് പെയ്ഡ് തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് വരുന്നത്. അതിനടുത്തായിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഫുൾ ഓപ്ഷൻസ് ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി അതിലടുത്തായി വരുന്നത് ട്രാവൽ എന്നുള്ളതാണ്. ഫ്ലൈറ്റ്, ബസ്, ഹോട്ടൽസ് തുടങ്ങിയവയൊക്കെ ബുക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണിത്. ശേഷം അടുത്തായി വരുന്നത് അതർ സർവീസസ് എന്നുള്ളൊരു സെക്ഷനാണ്. അതിൽ റിലീജിയസ് ഡൊണേഷൻസ്, മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ്, ഫീ, മാർക്കറ്റ് പ്ലേസ്, സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, ഏതെങ്കിലും റിലീജിയസ് സംഘടനകൾക്കുള്ള ഡൊണേഷൻ നൽകുന്നത്, മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന്, ഇൻഷുറൻസ് സ്കീമുകൾ പർച്ചേസ് ചെയ്യുന്നതിന് തുടങ്ങിയവയ്ക്കാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഈ ഹോം പേജിൽ വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഈ സെക്ഷൻ ഒന്ന് നോക്കാം. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്തിട്ടുള്ള അതിൻ്റെ ഓവർവ്യൂ ആയിരിക്കും ഫസ്റ്റ് പേജിൽ തന്നെ കാണുന്നത്. ഇവിടെ മുകളിലായിട്ട് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിൽ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാം. അതിന് താഴെയായിട്ട് സ്പ്ലിറ്റ് അപ്പ് ഉണ്ടായിരിക്കും. ബാങ്ക് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ട് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അതിനടുത്തായിട്ട് മൈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്താലും നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതാണ്. അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ല, അതുകൊണ്ട് അവിടെ അപ്ലൈ ഫോർ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് ലോൺസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ലോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കുക. അതിൽ ഒന്നാമതായി വരുന്നത് ഓവർവ്യൂ എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ലോണുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഓവർവ്യൂ ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തായി വരുന്നത് മൈ ലോൺസ് എന്നുള്ളതാണ്. ആ ഒരു സെക്ഷനിൽ നമ്മുടെ ലോണുകളുടെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്ത് വരുന്നത് ലോൺ റിക്വസ്റ്റ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് പുതിയൊരു ലോണിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. റിക്വസ്റ്റ് ഫോർ ലോൺ എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
ഇതിൽ ഓവർവ്യൂ എന്നുള്ള ഭാഗത്ത് നമുക്ക് EMI കാൽക്കുലേറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലോണിന്റെ EMI ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലോണിന് വരുന്ന EMI നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശേഷം നമുക്കിവിടെ മുകളിലായിട്ട് കാണുന്ന ഈ 3 ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഒത്തിരി ഓപ്ഷൻസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ വരുന്നത് നമ്മുടെ പ്രൊഫൈലാണ്. വ്യൂ പ്രൊഫൈൽ എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഇവിടെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ശേഷം അടുത്തായിട്ട് നോമിനി എന്നുള്ളതാണ്. അപ്പോൾ ആ നോമിനി എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ നോമിനി ആഡ് ചെയ്തുള്ള ഓരോ അക്കൗണ്ടിന് നമ്മുടെ നോമിനി ആഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ശേഷം അടുത്തായി വരുന്നത് KYC ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ KYC കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ശേഷം ഇതിൽ അടുത്തായി വരുന്നത് UPI സെറ്റിംഗ്സ് എന്നുള്ളതാണ്. UPI പേയ്മെൻറ്റുകൾക്ക് വേണ്ടിയുള്ള സെറ്റിംഗ്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ഓപ്ഷൻ വരുന്നത് ആപ്പ് സെറ്റിംഗ്സ് എന്നുള്ളതാണ്. അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ട്രാൻസാക്ഷൻ ലിമിറ്റുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് മാനേജ് ലിമിറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശേഷം വരുന്ന വിൻഡോയിൽ നമുക്ക് ഇതുപോലെ കാണാം മൊബൈൽ ബാങ്കിങ്, അതുപോലെ ക്വിക്ക് പേ, മെർച്ചന്റ് തുടങ്ങിയ ഓരോ ഓപ്ഷൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഇവിടെ നിന്ന് നമ്മൾ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നിലവിൽ നമ്മുടെ ലിമിറ്റ് എത്രയെന്നുള്ളത് നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ ആ ഒരു ലിമിറ്റിൽ നിന്ന് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും സാധിക്കും. മാക്സിമം ലിമിറ്റ് നമുക്ക് അവിടെ കാണാം. ആ ഒരു മാക്സിമം ലിമിറ്റ് വരെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. ശേഷം അതിൽ അടുത്ത ഓപ്ഷൻ വരുന്നത് മാനേജ് ലോഗിൻ എന്നുള്ളതാണ്. അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ MPIN ചേഞ്ച് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എനേബിൾ ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് സാധിക്കുന്നതാണ്. ശേഷം അതിൽ അടുത്ത ഓപ്ഷൻ വരുന്നത് സർവീസ് റിക്വസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. ചെക്ക് ബുക്ക് റിക്വസ്റ്റ്, ഫോം 15G or H റിക്വസ്റ്റിന് വേണ്ടിയിട്ട്, സർട്ടിഫിക്കറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്, ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ് തുടങ്ങിയവയൊക്കെയുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സർവീസ് റിക്വസ്റ്റ് എന്നുള്ള ഈ സെക്ഷൻ മുഖേന നമുക്ക് സാധിക്കുന്നതാണ്. ശേഷം ഇതിൽ അടുത്ത ഓപ്ഷനായി വരുന്നത് കാർഡ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഓപ്ഷനായി വരുന്നത് എനേബിൾ ഓർ ഡിസേബിൾ കാർഡ് എന്നുള്ളതാണ്. നമ്മുടെ കാർഡിന്റെ ട്രാൻസാക്ഷൻസുകൾ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് സാധിക്കുന്നതാണ്. ശേഷം അതിൽ അടുത്ത ഓപ്ഷനായി വരുന്നത് മാനേജ് ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ലിമിറ്റും നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസാക്ഷൻ ലിമിറ്റുകൾ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശേഷം അടുത്ത ഓപ്ഷനായി വരുന്നത് സെറ്റ് ന്യൂ പിൻ ഓർ ചേഞ്ച് പിൻ എന്നുള്ളതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡെബിറ്റ് കാർഡിന് പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന പിൻ നമ്പർ മാറ്റി നമുക്ക് പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് സാധിക്കുന്നതാണ്. ശേഷം അടുത്ത ഓപ്ഷനായി വരുന്നത് ഫെഡറൽ റിവാർഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻസിന് നമുക്ക് കിട്ടിയുള്ള റിവാർഡ് പോയിന്റുകൾ അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ആ റിവാർഡ് പോയിന്റുകൾ നമുക്ക് റെഡീം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ കസ്റ്റമർ കെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കസ്റ്റമർ കെയർ കോൺടാക്ട് നമ്പറുകളൊക്കെ ഇവിടുന്ന് കിട്ടും. ശേഷം അതിൽ അടുത്ത ഓപ്ഷനായി വരുന്നത് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ളതാണ്. ശേഷം അടുത്ത ഓപ്ഷനായി വരുന്നത് ആപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ആ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ ലാംഗ്വേജുകൾ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശേഷം അടുത്തായി വരുന്നത് ലൊക്കേറ്റ് ബ്രാഞ്ച് എന്നുള്ളതാണ്. നമുക്ക് ബ്രാഞ്ച്, നമ്മുടെ അടുത്തുള്ള ബ്രാഞ്ച് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റേറ്റ് ആസ്, ലീഗൽ ആൻഡ് അബൌട്ട്, ഇത്രയും ഓപ്ഷൻസാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാങ്കിൽ പോയി ചെയ്യേണ്ട മിക്ക കാര്യങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ സ്വന്തമായി ചെയ്യാമെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.